സണ്ണി കവിക്കാടിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്ത പ്രശ്നം ഇന്ന് കേരളത്തിലൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമായി അത് വന്നപ്പോൾ UDFൻ്റെ നേതൃത്വം വ്യക്തമാക്കിയത് അങ്ങനൊരു വാഗ്ദാനം കൊടുത്തിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി മാധ്യമങ്ങളോട് അങ്ങനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാമെന്ന് ഒരു വാഗ്ദാനം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ അതിനപ്പുറത്ത് നമ്മുടെ മുമ്പിൽ തെളിവുകളില്ല. അപ്പം അതുകൊണ്ട് ജാനുവിനെ സംബന്ധിച്ചാണെങ്കിലും സണ്ണിയെ സംബന്ധിച്ചാണെങ്കിലും കേരളത്തെ മറ്റേതെങ്കിലും ദലിത് നേതാവിനെ സംബന്ധിച്ചാണെങ്കിലും കേരളത്തിലെ ഈ മുന്നണികൾ വളരെ കൃത്യമായി ഇന്ന മണ്ഡലം കൊടുക്കാം എന്ന നിലയിൽ ഒരു പ്രഖ്യാപനമോ ആ മുന്നണിയുടേതായ ഒരു തീരുമാനമോ ഉണ്ടായതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ VD സതീശനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചില കോണുകളിൽ നിന്ന് സണ്ണിക്ക് വാഗ്ദാനം കൊടുത്തു എന്ന് പറയുന്നത്. നമുക്കറിയാം അതുതന്നെ വളരെ മുന്നേ കൂട്ടി പ്രചരിക്കപ്പെടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പ് തന്നെ, പ്രഖ്യാപിക്കുന്നതിന് 1 മാസം മുമ്പ് തന്നെ ഒരു പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു ക്യാമ്പയിൻ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഒരു ചാനലിലൂടെ സണ്ണി വൈക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്നാണ്. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അത്തരമൊരു പ്രചരണം നടക്കുന്ന സമയത്ത് കേരളത്തിലെ 2 മുന്നണികളും അല്ലെങ്കിൽ NDA അടക്കം ഏതെങ്കിലും വ്യക്തികളെ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് നിശ്ചയിച്ച് അത് അത്തരം മുന്നണി നേതൃത്വങ്ങളോ പാർട്ടി നേതൃത്വങ്ങളോ തീരുമാനിക്കുകയോ അത് പരസ്യപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു സന്ദർഭത്തിലായിരുന്നില്ല എന്നത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അതിനകത്ത് ചർച്ചകൾ നടന്നിരുന്നു എന്നതാണ്. അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടോ അല്ലെ മുന്നണി പരിഗണനയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകളും ചർച്ചകളും പല കോണുകളിൽ നടന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമതായി അങ്ങനെ ഏതെങ്കിലും മുന്നണിക്കകത്തേക്കൊരു പ്രവേശനം കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു അർഹത എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഉണ്ടാവുക എന്നതാണ്. ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് വളരെ കൃത്യമായ ഒരു പാർട്ടി പൊളിറ്റിക്സിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി പാർട്ടി രൂപത്തിലുണ്ടാകുമ്പോഴാണ് മുന്നണിക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നത്. ആ നിലയ്ക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കേരളത്തിലെ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനാർത്ഥി പരിഗണന കൊടുക്കാൻ ഈ സന്ദർഭത്തിൽ കഴിയണമായിരുന്നുവെങ്കിൽ അതിനൊന്നാമത്തെ അർഹത CK ജാനുവിനായിരുന്നു എന്ന് ഞാൻ പറയേണ്ടി